ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗീതാമാധുര്യത്തിൽ നമ്മുടെ 13ാമത്തെ ശ്ലോകത്തിന്റെ 2ാമത്തെ ഭാഗം ആരംഭിക്കുകയാണ്. ഒപ്പം 14ാമത്തെ ശ്ലോകം കൂടി നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു. ഈ ജാതി വ്യവസ്ഥയെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്നലെ വെച്ചത്. ഒരുവിധം എല്ലാവർക്കും അതിന്റെ ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 4 വ്യത്യസ്ത സ്വഭാവമുള്ളവരെ ഭഗവാൻ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ബോധപൂർവം ഭഗവാൻ നേരിട്ട് അവരെ സൃഷ്ടിച്ചു എന്ന് ഭഗവാൻ പറയുന്നില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വർണ്ണവിവേചനം നടന്നിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണോ എന്ന് പലരും ഉന്നയിക്കാറുണ്ട്. ധർമ്മശാസ്ത്രങ്ങളിലെ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ബ്രാഹ്മണ്യം ആർജിക്കേണ്ട അവസ്ഥയാണ് എന്നാണ്. ജന്മനാ കിട്ടുന്നതല്ല, അത് ആർജിച്ചെടുക്കേണ്ടതാണ്. അത് ശരിക്കും നമ്മൾ ഓർത്ത് പഠിച്ചെടുക്കേണ്ടത് തന്നെയാണ്. ബ്രാഹ്മണ്യം ലോകത്ത് ആരും ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നില്ല, എല്ലാവരും ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് ഓരോരുത്തരും ഉയർന്ന് ബ്രാഹ്മണരായി മാറണം, ക്ഷത്രിയരാവണം, അതേപോലെ തന്നെ വൈശ്യനാവണം, പിന്നെ ശൂദ്രൻ നിലനിൽക്കുകയും ചെയ്യും. അല്ലെ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത, ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാധാരണ കുട്ടിയായിട്ട് ജനിക്കുന്നു. പിന്നീട് ആ കുട്ടി ബ്രാഹ്മണ്യത്തിലേക്ക് വരെ എത്താം. അപ്പൊ നമ്മളെ ഹൈന്ദവധർമ്മം നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്നത് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ത്രിഗുണാതീതമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ള, അല്ലാതെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ജാതിയാണ് എന്ന് നമ്മൾ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. നമ്പൂതിരിമാരൊക്കെ ഞാനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ആളുകളെ കണ്ടിട്ടുണ്ട്. അവരിൽ പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവർ ബ്രാഹ്മണർ തന്നെയാണ്. പക്ഷെ പറഞ്ഞു നടക്കുന്ന പൂണൂലിട്ടത് കൊണ്ട് ഒരാളും ബ്രാഹ്മണനാവുന്നില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി നിർണയം. ജാതി മീൻസ് വർണ്ണ നിർണയം നടക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ പൂണൂലിട്ടത് കൊണ്ട് ഞാൻ ബ്രാഹ്മണനായി എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. അത് മണ്ടത്തരമാണ്, പറയാതിരിക്കാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് സ്ഥലങ്ങളില് സാധാരണ ഉള്ള ഒരു പ്രഭാഷണമുണ്ട്, ജന്മനാ ജായതേ ശൂദ്ര സംസ്കാരാ ദ്വിജ ഉച്യതേ വേദ പഠേത് ഭവേത് വിപ്ര ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ. അല്ലെ, നമ്മൾ കേട്ടതാണ്, ഒരു സ്മൃതി വാക്യമാണ്. അതിൽ പറയുന്ന കൃത്യമായ നിർവചനമാണ് അത്. ജനിക്കുന്നത് ശൂദ്രനായിട്ട്, ജാതകർമ്മം, നാമകരണം, നിഷ്ക്രമണം, അന്നപ്രാശം, ചൂടകരണം, കർണവേദം, വിദ്യാരംഭം, ഉപനയനം തുടങ്ങി ഷോഡശ സംസ്കാരത്തിലെ ക്രിയാദികൾക്ക് ശേഷമാണ് ഒരാൾക്ക് ബ്രാഹ്മണനാകാൻ സാധിക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ ഒരു നൂല് ഇങ്ങോട്ട് ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കാണ്ട് എടുത്തിട്ട് ഞാനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10 പൈസയുടെ വിവരമില്ലാത്ത പറഞ്ഞ അത് നമ്പൂതിരി എന്ന് പറയുന്ന വിഭാഗം. അതൊക്കെ ആരാണ്ടാക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരാണ് ഇതിന്റെയൊക്കെ സൃഷ്ടി എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നമ്പൂതിരി നായരും പട്ടരും സുന്നിയും ജമായത്തും പിന്നെ ജിലാനിയും കിലാനിയും അതേപോലെ തന്നെ ഓർത്തഡോക്സ് കീർത്തഡോക്സ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ ജാതീയതയുടെ പേരിൽ ഇങ്ങനെ വിഭജിച്ച് നിർത്തിയത് ആരാണ് ഈ ക്രൂരത ചെയ്തെന്നുള്ളത് ഒരു പിടി ഇന്നുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഒന്ന് പറയാം, ആധുനിക കാലഘട്ടത്തിൽ ഇതിന്റെ പ്രയോക്താക്കൾ രാഷ്ട്രീയക്കാരാണെന്ന് അറിയാം. അത്രമാത്രമേ നമുക്കതിൽ നിർവചിക്കാൻ സാധിക്കൂ. പക്ഷെ ഒരു ബ്രാഹ്മണനാകണമെങ്കിൽ ഒരുപാട് പടികൾ ചവിട്ടി കയറിയാലേ ആകൂ. എങ്ങനെ വേണം? വേദപഠനത്തിന് ശേഷം വിപ്രനായി തീരണം. ദ്വിജനായി വേദപഠനത്തിന് ശേഷം വിപ്രനാവണം ബ്രാഹ്മണൻ. അങ്ങനെ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നതോടെ
ബ്രാഹ്മണനായി തീരുക. ഇനി ബ്രഹ്മജ്ഞാനം ലഭിച്ചില്ലെങ്കിലോ അയാളെ ബ്രാഹ്മണനാക്കാൻ കഴിയില്ല. അപ്പോ പാരമ്പര്യം പരിഗണിക്കപ്പെടേണ്ട ഒരു പ്രധാന ഘടകം തന്നെയാണ്. പാരമ്പര്യം ഉണ്ട്, അത് സത്യമാണ്. പക്ഷേ ഒരു ബ്രാഹ്മണന്റെ മകന് ജ്ഞാനസമ്പാദനത്തിന് മറ്റു കുട്ടികളെക്കാളും അനുകൂല സാഹചര്യം പണ്ട് ലഭിച്ചിരുന്നത് കൊണ്ട് പൂണൂലിട്ടവരൊക്കെ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. യാഥാർത്ഥ്യ മറച്ചു വെക്കാൻ പറ്റില്ല. ഒരു ഡോക്ടറുടെ കുട്ടിക്ക് ഡോക്ടറായി തീരാൻ കുറെ കൂടി എളുപ്പമുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരുടെയും മക്കൾക്ക് ഡോക്ടർ ആകുവാനും അതിൽ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാനും സാധിക്കണമെന്നില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞതുപോലെ വർണ്ണം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് സ്വഭാവത്തെയാണ്, കർമ്മത്തിന്റെ സ്വഭാവത്തെയാണ്. അപ്പൊ സവർണനെന്നും അവർണനെന്നുമുള്ള വിവേചനം തികച്ചും അശാസ്ത്രീയവും അർത്ഥമില്ലാത്തതുമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരാംശം. ഈ ശരീര ചർമ്മത്തിന്റെ നമ്മളെ തൊലിയുടെ നിറക്കെ നോക്കിയിട്ട് സവർണൻ അവർണൻ എന്ന് തരംതിരിക്കുന്നതിന്റെ യുക്തി എനിക്കിന്ന് വരെ മനസ്സിലായില്ല. മണ്ടത്തരാണത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ തൊലിയുടെ നിറം നോക്കി വെളുത്തവനെന്നും കറുത്തവൻ എന്നൊക്കെയുള്ള വേർതിരിവുണ്ട്. ഇതിന് വർണ്ണവിവേചനം എന്ന് പറയാൻ പറ്റൂ. അവരത് പറയുന്നൊക്കെ ഉണ്ട് പാശ്ചാത്യ രാജ്യത്ത്. പക്ഷെ ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നു സ്വഭാവമാണ് വർണ്ണഭേദം. അപ്പൊ വ്യക്തികളുടെ സ്വഭാവമാകട്ടെ അവരുടെ ഗുണകർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ സവർണൻ എന്നാൽ സ്വഭാവത്തോട് കൂടിയവൻ എന്നാണ്. അപ്പൊ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയിൽ തന്നെ 4 വർണ്ണങ്ങളും പ്രകടിതമാണ്. എന്നിൽ തന്നെ 4 ഉണ്ട്. ഒരു വ്യക്തിക്ക് തന്നെ സമൂഹത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്, വർണ്ണങ്ങളുണ്ട്. ഞാൻ ചില സമയത്ത് കൂലിപ്പണിക്കാരനാണ്, ചില സമയത്ത് ഞാൻ കച്ചവടക്കാരനാണ്, ചില സമയത്ത് ഞാൻ ക്ഷിപ്രകോപിയാണ്, ചില സമയത്ത് ഞാൻ പണ്ഡിതനാണ്. ഈ 4 സ്വഭാവം എന്നിലുണ്ട്. അപ്പൊ ഈ 4 വർണ്ണങ്ങളും നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വ്യക്തമാണത്. അപ്പൊ ഒരാളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ ക്ഷത്രിയൻ, അറിവ് പകർന്നു കൊടുക്കുന്ന ആള് ബ്രാഹ്മണൻ, ജീവിക്കാൻ വേണ്ടി വ്യാപാരം ചെയ്യുന്നവൻ വൈശ്യൻ, മറ്റുള്ളവരെ സഹായിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്യുന്നത് ശൂദ്രധർമ്മം. അപ്പൊ ഒരാൾ തന്നെ ഇതൊക്കെ ചെയ്യാറില്ല, നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി ഒന്നും ചെയ്യില്ലേ? അപ്പൊ ഒരാളെ മറ്റൊരാൾ ആക്രമിക്കുമ്പോൾ അതിന് സാക്ഷിയായ 3ാമത്തെ വ്യക്തി താൻ ജന്മനാ ക്ഷത്രിയൻ അല്ലെന്ന് പറഞ്ഞ അപകടത്തിൽ നിന്ന് വ്യക്തിയെ രക്ഷിക്കാതെ കടന്നു പോകുന്നത് ധർമ്മമല്ല, അധർമ്മമാണ്. ഞാൻ പണ്ഡിതനാണ്, ഞാൻ അതൊന്നും കാണേണ്ട ആളല്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ ബുദ്ധിമുട്ടായി. നമ്മുടെ മക്കളെ ഒരു ദുഷ്ടൻ വന്നിട്ട് ആക്രമിക്കുമ്പോ അയാളെ തിരിച്ചടിക്കാൻ പറ്റില്ല. ഞാൻ ബ്രാഹ്മണനാന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല അട്ടി കൊടുത്തിട്ട് പപ്പടം പോലെ ആക്കണം. അവിടെ നമ്മൾ ക്ഷത്രിയൻ തന്നെ ആവണം. അപ്പൊ ഒരു വ്യക്തിയുടെ സ്വധർമ്മമാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ആ സമയത്തിന്റെ ധർമ്മം എന്താണോ അപ്പോഴാണ് വർണ്ണ വിവേചനം ഉണ്ടാവുന്നത്. ബ്രാഹ്മണനാവേണ്ടത് അറിവ് കൊടുക്കേണ്ടടുത്ത് അറിവ് കൊടുക്കുന്ന ആളാവണം, അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കുന്ന ആളാവണം, കച്ചവടം ചെയ്യേണ്ടടുത്ത് അത് ചെയ്യണം, കൂലിപ്പണി ചെയ്യേണ്ടടുത്ത് അതും ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇതിനെല്ലാറ്റിനെയും കൂടെയാണ് മനുഷ്യന്റെ ബൗദ്ധിക പുരോഗതിക്ക് അനുസരിച്ച് ഈ വ്യത്യസ്തമായ തൊഴിലുകള് കാര്യക്ഷമതയോടെ ചെയ്യുവാൻ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി വർണ്ണവിവേചനം എല്ലാ രാജ്യങ്ങളിലും മുമ്പ് നടന്നിട്ടുണ്ട്. ആ നടന്ന വിവേചനത്തിന്റെ ഒരു ബാക്കിപത്രമാണ് ശരിക്കും ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലാതെ ഈ വർണ്ണവിവേചനം നമ്മളിൽ തന്നെ ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ നോക്കൂ, ഇത് കഴിഞ്ഞ 14ാമത്തെ ശ്ലോകമാണ് ആരംഭിക്കുന്നത്. നമാം കർമാണി ലിംബന്തി ന മേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർ ന സബദ്ധ്യതേ. കർമ്മണി മാം ന ലിംബന്തി, എല്ലാ കർമ്മങ്ങളൊന്നും ബാധിക്കുന്നില്ല. മേ കർമ്മഫലേ സ്പൃഹ ന, കർമ്മഫലത്തെ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇതി മാം യ അഭിജാനാതി, ഇപ്രകാരം എന്നെ ആരാണോ മനസ്സിലാക്കുന്നത്
സ കർമ്മഭി ന ബധ്യതേ, അവൻ കർമ്മങ്ങളാൽ ബദ്ധിതനാകുന്നുമില്ല. അപ്പൊ ഭഗവാൻ ഒരു സത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ഈശ്വരനാണ്. എല്ലാം ഉണ്ട് അതിൽ. സത്യനാണ്, ശുദ്ധനാണ്, ബുദ്ധനാണ്, മുക്തനാണ്, ഇതെല്ലാമായിട്ടുള്ള ഒരു സ്വഭാവനാണ് ഈശ്വരൻ, ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഭഗവാന് കർമ്മം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അഥവാ ലോക നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ടി വന്നാലും കർമ്മഫലത്തെ ഭഗവാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ഭഗവാന്റെ ഈ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്ന വ്യക്തിയും കർമ്മങ്ങളാൽ ബന്ധിതനാകുന്നില്ല എന്നർത്ഥം. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവിന് മാലിന്യം വന്നു ചേരുന്നില്ല. അപ്പൊ ശരീര മനോബുദ്ധിയിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ആത്മാവിനെ ബാധിക്കുകയുമില്ല. അപ്പൊ ശരീരവും മനസ്സും ബുദ്ധിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ജീവനാണ്. ജീവനെ ആത്മതലത്തിലേക്ക് ഉയർത്താനാണ് മനുഷ്യൻ പരിശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ ജാതിയുടെയും മതത്തിന്റെയും പേരും പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കാനല്ല, ഒരുമിച്ച് മുന്നോട്ട് പോവാൻ, ഓരോരുത്തരെയും ആത്മതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകാനൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നർത്ഥം. ഈ ശ്ലോകം നന്നായിട്ട് ചൊല്ലണം. 14 ന മാം കർമാണി ലിംബന്തി ന മേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർ ന സബധ്യതേ. കൃത്യമായിട്ട് ചൊല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊന്നും ചൊല്ലാൻ ശരിക്കും പഠിക്കാൻ. ജാതീയതയൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയക്കാരുണ്ടാക്കി, സമൂഹത്തെ ശിഥിലമാക്കി, അവർ തന്നെ ഉണ്ടാക്കി, അവര് തന്നെ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു വികൃതമായ അവസ്ഥ സൃഷ്ടിച്ചതാണ്. ഇതെല്ലാം ശരിയാക്കി എടുക്കേണ്ടത് നമ്മുടെ ബാധ്യത കൂടിയാണ്. ഗീതാമാധുര്യം പഠിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് ജാതി ഇല്ലാതാക്കേണ്ടത്. നമസ്കാരം. ഗീതൈവ പരമോധർമ്മ.